Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി ചോറ് എന്ന് പറയുന്നത്. അതിന് സാധാരണയായിട്ട് നമ്മൾ പൊന്നിയരി അല്ലെങ്കിൽ ബിരിയാണി റൈസൊക്കെയാണ് ഉപയോഗിക്കുക. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റേഷനരി വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് ഞാൻ ചോറ് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതാദ്യം വേവിച്ച് വാർത്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മസാലക്കൂട്ട് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഇടുന്നത്. ഈ മെത്തേഡ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, സിംഗപ്പൂരിലുള്ളൊരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി. അത് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അത് കാരണം ഒരു 5-6 തക്കാളി ചോപ്പ് ചെയ്തത്, 2 ചെറിയ സവാള ചോപ്പ് ചെയ്തത്, പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം അത് കട്ട് ചെയ്തിട്ടോക്കുന്നതാണ് പട്ട, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അല്ലെങ്കിൽ ചെറിയതായിട്ട് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇവിടെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് പൊടികളെന്ന് പറയാനായിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെങ്കിൽ അത് ഒഴിക്കാം, ഇല്ലെങ്കിൽ കുറച്ച് നെയ്യും ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിലേക്ക് പട്ടയും ഗ്രാമ്പും ഇടണം ആദ്യം. അതൊന്ന് പൊട്ടിയതാവുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ചെറുതായി കളർ മാറുന്നുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചതിടാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചോപ്പ് ചെയ്ത് വെച്ചത്. ഈ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആയി കിട്ടും, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും ആവാനായിട്ട്. ഇതായി കഴിയുമ്പോൾ അതിലേക്ക് ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ, സവാള അത്യാവശ്യം വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി കിട്ടും സവാള. കുറച്ച് ഉപ്പ്, നമുക്ക് ഇതിലേക്കുള്ള ഉപ്പാ വേണ്ടു. റൈസിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി വാടി എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ റൈസ് അതിലേക്ക് ഇടാം. തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇടാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടാൽ, കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ അത് എരിവ് കുറവായിരിക്കും, കളറുണ്ടാവും നന്നായി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് റൈസ് എടുത്തതിലേക്ക് ചേർക്കാം. ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇടാം. റൈസ് ഇട്ടിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ടൊമാറ്റോ റൈസ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് റെഡി ആയിട്ടിട്ട് ഒരു നുള്ള് ഗരം മസാലയുടെ പൊടി ഇങ്ങനെ മേലെ നമുക്ക് ഒന്ന് കൈ കൊണ്ട് ഒരു നുള്ളു തന്നെ വേണ്ട, അധികമൊന്നും വേണ്ട, ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടി. പിന്നെ വേണമെങ്കിൽ മല്ലിയില ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വെറുതെ മല്ലിയില, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഒരു മല്ലിയില രണ്ടെണ്ണം ഇങ്ങനെ കൊത്തി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ഇടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റർ ബ്രോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഫ്രൈൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. വെണ്ടയ്ക്ക ഫ്രൈൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.